വിദ്യാദീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 5 ബഷീർ ദിനം. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള 50 ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയതാണ് ഈ വീഡിയോ. 1. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. 2. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? 1908 ജനുവരി 21. 3. ബഷീർ ദിനം ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5. 4. ബഷീർ അന്തരിച്ച വർഷം ഏത്? 1994 ജൂലൈ 5. 5. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഏത്? യാ ഇലാഹി. 6. ബഷീറിൻ്റെ ജന്മസ്ഥലം ഏത്? വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പ്. 7. ബഷീറിൻ്റെ പിതാവിൻ്റെ പേര്? കായി അബ്ദുറഹ്മാൻ. 8. സാഹിത്യ ലോകത്ത് നിന്ന് ഏറെ വിമർശനം നേരിട്ട ബഷീറിൻ്റെ കൃതി ഏത്? ശബ്ദങ്ങൾ. 9. ബഷീറിൻ്റെ ഉമ്മയുടെ പേര്? കുഞ്ഞാത്തുമ്മ. 10. ബഷീറിന് പത്മശ്രീ ലഭിച്ച വർഷം ഏത്? 1982. 11. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര്? ഓർമ്മയുടെ അറകൾ. 12. ബഷീറിൻ്റെ ആത്മകഥയായ ഓർമ്മയുടെ അറകൾ പ്രസിദ്ധീകരിച്ച വർഷം? 1973. 13. ഏതു പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത്? ജയകേസരി. 14. ബഷീർ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ഏത്? തങ്കം. 15. ബഷീറിൻ്റെ ജന്മശതാബ്ദി ആചരിച്ച വർഷം ഏത്? 2018. 16. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? പ്രേംപാറ്റ. 17. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി? വൈക്കം മുഹമ്മദ് ബഷീർ. 18. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിൻ്റെ ഏത് നോവലിലാണ്? മതിലുകൾ. 19. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേരെന്ത്? ബഷീറിൻ്റെ ഐരാവതങ്ങൾ. 20. ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവാര്? EM അഷറഫ്. 21. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? പാത്തുമ്മയുടെ ആട്. 22. സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും അഭിനയിച്ചിട്ടില്ലാത്ത ബഷീറിൻ്റെ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച മലയാള ചലച്ചിത്രം ഏത്? മതിലുകൾ. 23. ബഷീറിന് ഡീലിറ്റ് നൽകിയ സർവകലാശാല ഏത്? കോഴിക്കോട് സർവകലാശാല. 24. ബഷീർ എഴുതിയ ഒരേ ഒരു നാടകത്തിൻ്റെ പേര്? കഥാബീജം. 25. ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? 1954. 26. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര്? ബാലാമണിയമ്മ. 27. ജീവിതത്തിൽ നിന്നും പറിച്ചു ചീന്തിയ ഒരു ഏടാണ് ഇത്. വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് MB പോൾ വിശേഷിപ്പിച്ച ബഷീർ കൃതി ഏത്? ബാല്യകാല സഖി. 28. നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? ഭാർഗവീ നിലയം. 29. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ കൃതി ഏത്? വിശ്വവിഖ്യാതമായ മൂക്ക്. 30. ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്ത്? ഫാബി ബഷീർ. 31. ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? കോട്ടയം.
32. ബേപ്പൂർ ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. 33. ഗാന്ധിജിയോടൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏത്? ഉപ്പു സത്യാഗ്രഹം. കോഴിക്കോട്. 34. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്? ഉജ്ജീവനം. 35. എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ്? ONV കുറുപ്പ്. 36. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത്? ഭൂമിയുടെ അവകാശികൾ. 37. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത്? ബാല്യകാലസഖി. 38. ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏത്? നേരും നുണയും. 39. ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയതാര്? ഫാബി ബഷീർ. 40. ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ സിനിമയാക്കി സംവിധാനം ചെയ്തതാര്? അടൂർ ഗോപാലകൃഷ്ണൻ. 41. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏത്? സർപ്പയജ്ഞം. 42. ബഷീർ രചിച്ച ആദ്യ നോവൽ ഏത്? പ്രേമലേഖനം. 43. ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ഏത് കൃതിയിലാണ് ബഷീർ ഉപയോഗിച്ചിരിക്കുന്നത്? ബാല്യകാലസഖി. 44. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതി എന്നറിയപ്പെടുന്നത്? ബാല്യകാലസഖി. 45. മണ്ടൻ മുത്തപ്പ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. 46. ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം? 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹം. 47. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ഇൻ്റുപ്പുപ്പാക്കൊരാന ഉണ്ടാർന്ന് എന്നീ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര്? റൊണാൾഡ് ഇ. ആഷർ. 48. ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരായിരുന്നു? ബഷീർ തന്നെ. 49. ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം ഏത്? 1993. 50. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ ആര്? മമ്മൂട്ടി.